മധുവർ സാർ, ഡിയർ ഫ്രണ്ട് പ്രവീൺ, മോഡറേറ്റർ രാധികലാൽ, ഡോക്ടർ രാധികലാൽ. മധുവർ സാർ എന്നോട് ആദ്യം സംസാരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. ചലച്ചിത്രങ്ങൾ കാണുന്ന സമയത്ത് വിവിയൻ സോപ്ഷാക്കിൻ്റെ അഭിപ്രായത്തിൽ ചലച്ചിത്രങ്ങൾ നമ്മളെയും കാണുന്നുണ്ട്. വെൻ വി സീ ദ മൂവീസ് വാച്ച് അസ്. ആ ചലച്ചിത്രങ്ങളിൽ ചരിത്രത്തിലൂടെ ഇവോൾവ് ചെയ്ത് വന്ന ചലച്ചിത്രങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതില്ലാതൊരു ചരിത്രമില്ല. ചരിത്രകാരന്മാർക്ക് അവരുടെ ഉപാദാനങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ മലയാളത്തിൽ പറഞ്ഞാൽ സോഴ്സുകളെ കുറിച്ചിട്ട് കുറച്ച് ഹുങ്കുള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എഴുതപ്പെട്ട എല്ലാ ഉപാദാനങ്ങളും അല്ലെങ്കിൽ സോഴ്സുകളും, രചിക്കപ്പെട്ട എല്ലാ ചരിത്ര റെക്കോർഡുകളും എല്ലാം വസ്തുനിഷ്ഠമായതാണ് എന്നുള്ളൊരു വാദം മുന്നോട്ട് വെക്കാറുണ്ട്. അതിലൊന്നും ഭാവനയില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഭാവനയില്ലാതെ ഒന്നും നമുക്ക് എഴുതാൻ സാധിക്കില്ല. ഐ വുഡ് ലൈക്ക് ടു കോട്ട് ഹെയ്ഡൻ വൈറ്റ് എന്ന് പറയുന്ന ഏറ്റവും റാഡിക്കലായിട്ടുള്ള പോസ്റ്റ് മോഡേൺ ഹിസ്റ്റോറിയൻ. അദ്ദേഹത്തിൻ്റെ മെറ്റാ ഹിസ്റ്ററി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ ശീതീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ഫ്രോസൺ ആയിട്ടുള്ള ആർക്കൈവൽ ഡോക്യുമെൻസിനെ നിങ്ങൾ ഡൈസെക്റ്റ് ചെയ്ത് അതിനെ കീറി മുറിച്ച് ചെറിയ കഷണങ്ങളാക്കുകയാണെങ്കിൽ അതെല്ലാം ചെറിയ കഥകളായി മാറുമെന്നാണ് പറയുന്നത്. ചരിത്രകാരന്മാർ രാഷ്ട്രീയ ചരിത്രം, സാമ്പത്തിക ചരിത്രം, സാമൂഹിക ചരിത്രം, ബൗദ്ധിക ചരിത്രം, പാരിസ്ഥിതിക ചരിത്രം എന്നൊക്കെ പറയുമ്പം അതൊക്കെ നമുക്ക് നമ്മുടെ തോന്നലിലേക്ക് വരുന്നത് ഇതെല്ലാം വലിയ ബൗദ്ധിക രീതിയിൽ ആൾക്കാർ ചിന്തിച്ചെടുത്ത ചരിത്രങ്ങളാണ്. ശരിയാണ്, അതിനകത്ത് തീർച്ചയായിട്ടും സിദ്ധാന്തങ്ങളുണ്ട്, രീതിശാസ്ത്രങ്ങളുടെ പ്രയോഗങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതിനെയെല്ലാം ചെറിയ രീതിയിൽ ഒന്ന് അലിയിപ്പിച്ച് കഴിഞ്ഞാൽ അതെല്ലാം കഥകളായി മാറുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഹെയ്ഡൻ വൈറ്റ് അദ്ദേഹത്തിൻ്റെ മെറ്റാ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒരു പുതിയ ടേം തന്നെ കോയിൻ ചെയ്യുന്നുണ്ട്. ഹിസ്റ്റോറി ഓഫ് ഫോർട്ടി എന്ന് പറയും. ഫോട്ടോഗ്രാഫുകളിലൂടെ, പെയിൻറ്റിങ്ങുകളിലൂടെ, ചലച്ചിത്രങ്ങളിലൂടെ ചരിത്രത്തെ പഠിക്കുവാനുള്ള ഒരു രീതിശാസ്ത്രത്തെയാണ് മെറ്റാ ഹിസ്റ്ററിയിൽ ഹെയ്ഡൻ വൈറ്റ് എടുത്തു വെക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു ചരിത്ര പഠനത്തിൻ്റെ സമീപന രീതി അല്ലെങ്കിൽ എൻ്റെ രീതിശാസ്ത്രം നമ്മുടെ കേരളത്തിലൊന്നും വലിയ കാര്യമായ രീതിയിൽ മുന്നിലേക്ക് പോയിട്ടില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൺവെൻഷണലായിട്ടുള്ള ചരിത്ര രചനാ രീതികളിലെല്ലാം തന്നെ ഈ കഥ പറച്ചിലിനെ, അല്ലെങ്കിൽ സിനിമയെ, അല്ലെങ്കിൽ നാടകത്തെ, പെയിൻറ്റിങ്ങിനെ ഒക്കെ ഭാവനയുടെ എന്തെങ്കിലും ഒരു എക്സ്പ്രഷനായിട്ട് മാത്രം കാണുന്ന ഒരു ഓർത്തഡോക്സ് മനോഭാവം, ഒരു യാഥാസ്ഥിതിക മനോഭാവമുണ്ട്. ആ മനോഭാവത്തിനെതിരെ നമ്മൾ നോക്കുകയാണെങ്കിൽ, അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ ഉടനീളം ചരിത്ര സിനിമകളെക്കുറിച്ച് പഠിച്ച് എത്രയോ തീസിസുകൾ 1970-കളിൽ തന്നെ ഉണ്ടായി വന്നിരിക്കുകയാണ്. സിനിമാ ചരിത്രത്തിൻ്റെയൊക്കെ പ്രവാചകൻ, അല്ലെങ്കിൽ ദ പ്രോഫറ്റ് ഓഫ് ഫിലിം ഹിസ്റ്ററി എന്ന് പറയുന്ന റോബർട്ട് റോസൻസ്റ്റൺ എന്ന് പറയുന്ന ചരിത്രകാരൻ പറയുന്നത്, ഏതൊരു സിനിമയുടെയും തുടക്കം അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രവൽ, നമ്മൾ സാധാരണ ഇടയ്ക്ക് പെപ്സി മേടിച്ച് കുടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാനോ പോകുന്ന സമയം, അല്ലെങ്കിൽ ഏറ്റവും അവസാനം സിനിമ കഴിഞ്ഞു പോകുന്ന സമയം, തുടക്കം, മധ്യഭാഗം, ഒടുക്കം, ഇതെല്ലാ ചരിത്രത്തിലും എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ട് എന്നാണ് റോബർട്ട് റോസൻസ്റ്റൺ പറയുന്നത്. സിനിമയിലെ ചരിത്രവും ചരിത്രത്തിലെ സിനിമയെയും വേർതിരിച്ച് കാണുന്ന ഹിസ്റ്ററി ഓൺ ഫിലിം ആൻഡ് ഫിലിം ഓൺ ഹിസ്റ്ററി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെയാണ് ആദ്യമായിട്ട് ഒരു രീതിശാസ്ത്രത്തിൻ്റെ, പ്രയോഗ രീതിശാസ്ത്രത്തിൻ്റെ, സൈദ്ധാന്തിക രീതിശാസ്ത്രത്തിൻ്റെ ഒക്കെ ഒരു തുറവി ഉണ്ടാക്കിയെടുക്കുന്നത് റോബർട്ട് റോസൻസ്റ്റൺ എന്ന് പറയുന്ന അമേരിക്കൻ ചരിത്രകാരനാണ്. കേരള ഹിസ്റ്ററി കോൺഗ്രസ്, മധുവർ സാർ കേരള ഹിസ്റ്ററി കോൺഗ്രസ്സിന് വേണ്ടി റോബർട്ട് റോസൻസ്റ്റൺ പ്രത്യേകമായ ഒരു ലെക്ചർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. 2020 കോവിഡ് സമയത്ത് മീറ്റ് ദ ഹിസ്റ്റോറിയൻ എന്ന് പറയുന്ന പരിപാടിക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരള ഹിസ്റ്ററി കോൺഗ്രസ്സിന് വേണ്ടിയാണ് റോബർട്ട് റോസൻസ്റ്റൺ ലെക്ചർ ചെയ്യുന്നത്. അമേരിക്കയിൽ അദ്ദേഹം അതിരാവിലെ എഴുന്നേക്കേണ്ടത് മാത്രം വന്നതേ ഉള്ളൂ. അദ്ദേഹം ലെക്ചർ ചെയ്യുന്ന ആ സമയത്താണ്. അപ്പോൾ കേരള ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ ഒരു കമ്മിറ്റഡ് പോളിസി എയിം എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിലുള്ള ചരിത്ര രചനാ രീതിശാസ്ത്രങ്ങളെ കൂടുതൽ പോപ്പുലറൈസ് ചെയ്യുക, അതും ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഭാവനയിലും ഒരു ശാസ്ത്രീയത്വമുണ്ട്. ദർ ഈസ് എ സയൻസ് ഇൻ ഇമാജിനേഷൻ. കാരണം നമ്മളൊരു ഭാവനയിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ചരിത്ര സിനിമയെ നമ്മൾ തിയേറ്ററിലിരുന്ന് കാണുന്ന സമയത്ത് വിവിയൻ സോപ്ചാക്കിൻ്റെ അഡ്രസ് ആയി എന്ന് പറയുന്ന പുസ്തകത്തെ കോട്ട് ചെയ്ത് പറയുകയാണ്, വിപുലീകരിക്കുന്ന ബിംബങ്ങളിലൂടെ ആ ചരിത്രത്തിൻ്റെ രതിമൂർച്ചയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ പ്രാപ്തരാക്കുന്നതാണ് ചലച്ചിത്രം എന്ന് പറയും. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, തലപ്പാവ് കണ്ട സമയത്ത് വർഗീസിൻ്റെ കൂടെയാണ് സഞ്ചരിച്ചത്. അത് പുസ്തകം വായിക്കുമ്പോൾ നമുക്കത് കിട്ടില്ല, ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. ഇതിന് റൊളാൻഡ് ബാർത്ത് എന്ന് പറയുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞർ പറയുന്ന ഹിസ്റ്ററി ഫ്രം ദ ബാൽക്കണി എന്നാണ്.
ഇന്നിപ്പോൾ ബാൽക്കണി മാറി, മറ്റു വേറെ പല സർക്കിളുമായി മാറി. പക്ഷേ എങ്കിലും ചരിത്ര സിനിമയെ ഒരു തിയേറ്ററിനുള്ളിൽ 2 മണിക്കൂർ അല്ല 2.5 മണിക്കൂർ കാണുന്ന സമയത്ത് ആക്ച്വലി വി ആർ വിറ്റ്നസിങ് ദ പാസ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമായി അവരുടെ കൂടെ നടക്കുന്നു. ഗാന്ധിയുടെ കൂടെ നമുക്ക് നടക്കാൻ സാധിക്കുന്നു. പഴശ്ശി രാജയുടെ കൂടെ നമുക്ക് യുദ്ധം ചെയ്യാനായിട്ട് സാധിക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ കൂടെ നമുക്ക്, അതുപോലെ തന്നെ എലിപ്പത്താഴം, അടൂർ ഗോപാലകൃഷ്ണൻ്റെ എലിപ്പത്താഴത്തിലെ ഉണ്ണി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ മെൻറ്റാലിറ്റി, ഏതെങ്കിലും ഒരു ചരിത്ര സിനിമ, ഏതെങ്കിലും ഒരു ചരിത്ര പുസ്തകം ഇത്രമാത്രം തീക്ഷ്ണമായി ഒരു ഇമോഷനെ, ഒരു മെൻറ്റാലിറ്റിയെ, ഒരു ട്രാപ്ഡ് മെൻറ്റാലിറ്റിയെ, ഫ്യൂഡലിസത്തിൻ്റെ എല്ലാ സുഖങ്ങളിലും വാഴ്ന്ന് ജീവിച്ച ഒരു മനുഷ്യൻ അവസാനം ഒരു എലിപ്പത്താഴത്തിൽ അകപ്പെട്ട അവസ്ഥയിൽ ആയി മാറുന്നതിനെക്കുറിച്ചിട്ട് ഒരു സിനിമയാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചലച്ചിത്രങ്ങൾ, ആ ചലച്ചിത്ര നിരൂപണങ്ങൾ, ആക്ടേഴ്സുമായിട്ടുള്ള സംവാദങ്ങൾ, ഇതിനെയെല്ലാം ക്രോഡീകരിച്ച്, ഇതിനെയെല്ലാം മൊത്തത്തിൽ ഇതിനെല്ലാം പഠിച്ചുകൊണ്ട് പല രീതിയിലുള്ള ചരിത്രങ്ങളും ഇന്ന് രചിക്കപ്പെട്ടു വരികയാണ്. അതിൽ ബെസ്റ്റ് എക്സാമ്പിൾ തന്നെ ഇവിടെ ഇത് മോഡറേറ്റ് ചെയ്യുന്ന ഡോക്ടർ രാധിക ലാലാണ്. ഡോക്ടർ രാധിക ലാൽ എം എ ഡെസർട്ടേഷൻ ആദ്യമായിട്ട് ഇയോബിൻ്റെ പുസ്തകം എന്ന് പറയുന്നൊരു ചലച്ചിത്രമാണ് എടുത്തത്. നമ്മുടെ കേരളത്തിൽ ഇന്ന് സൃഷ്ടിക്കപ്പെട്ടുള്ള ചലച്ചിത്രങ്ങളിൽ സങ്കീർണമായ പ്ലാന്റേഷൻ ഹിസ്റ്ററിയെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ എക്കോളജിക്കൽ ഇമ്പീരിയലിസം എന്ന് സൈദ്ധാന്തികർ പറയുന്ന പാരിസ്ഥിതിക സാമ്രാജ്യത്തെക്കുറിച്ചിട്ട് കഥാരൂപത്തിൽ ആദ്യമായിട്ട് വന്നൊരു സിനിമയാണ് ഇയോബിൻ്റെ പുസ്തകം എന്ന് പറയുന്നത്. അപ്പം ഏതൊരു സങ്കീർണ സിദ്ധാന്തങ്ങളെയും, ഏതൊരു സങ്കീർണ ചരിത്ര സംഭവങ്ങളെയും പ്രക്രിയകളെയും കഥാരൂപത്തിലാക്കി മാറ്റി ഇതിനൊക്കെ ഇടയ്ക്കൊക്കെ പ്രശ്നങ്ങൾ കാണും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാക്രോണിസംസ് കാണും, ചില ഡേറ്റുകളിൽ മിസ്റ്റേക്സ് കാണും, അതൊക്കെ കാണും. ഇതെല്ലാം ഈ ചരിത്ര രേഖകളിലും ഉണ്ടല്ലോ. ചരിത്ര രേഖകളെ മാത്രം പവിത്രമായ എന്തോ ഒരു സേക്രഡ് ഡോക്യുമെൻ്റായിട്ട് കാണേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതും ഭാവനയുടേതാണ്. 1919 ജാലിയൻ വാലാബാഗിനെ കുറിച്ച് എഴുതപ്പെട്ട ചരിത്ര രേഖകൾ നോക്കുമ്പോൾ അതിലും ഭാവനയില്ലേ? ബ്രിട്ടീഷ് എംപയറിൻ്റെ ഭാവനയിലല്ല അത് എഴുതപ്പെട്ടിരിക്കുന്നത്. അവരത് സത്യം മാത്രമാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. സോ എല്ലാത്തിലും ഭാവന വരുന്നുണ്ട്. ആ ഭാവനയെ ഏറ്റവും ശാസ്ത്രീയമായിട്ട് സാങ്കേതികയുടെ ഭാഗമായി ഒരു ഗ്രൂപ്പിൻ്റെ സൃഷ്ടിയാണ് ഒരു ചരിത്ര സിനിമ എന്ന് പറയുന്നത്. ഇപ്പോൾ തലപ്പാവ് സിനിമ സാറ് ഫിലിം മേക്ക് ചെയ്തപ്പം ഡയറക്ടർ എന്ന് പറയുന്നത് സാധാരണ ഫിലിം മേക്കർ എന്നാണ് പറയുന്നത്. ഫിലിം മേക്കർ ഞാൻ നോക്കിയിട്ടുണ്ട്, ഡയറക്ടറാണ് ഫിലിം മേക്കർ. പക്ഷേ ഒരു വലിയ കളക്റ്റീവാണ് അതിനകത്തുള്ളത്. പലരുടെ അതിനകത്ത് ക്യാമറാമാൻ്റെ ആംഗിളിന് ഇതുണ്ട്, ശബ്ദ വിന്യാസത്തിൽ അതിൻ്റെ ഇതുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കാണിക്കുന്ന ദൃശ്യ ഭാവങ്ങളിൽ അതിൻ്റെ ഇതുണ്ട്. അപ്പം ചലച്ചിത്രം എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്ന ചരിത്രം തന്നെയാണ്. സിനിമയുടെ ചരിത്രം സൊസൈറ്റിയെ എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ സൊസൈറ്റിയും സിനിമയും ചേർന്നുകൊണ്ട് ഈ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് നമ്മൾ നടന്നുപോയ കാലം, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ്, നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ നമ്മളെ കൊണ്ടുപോയ വഴികൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളത് വിഷ്വലുകൾ കൊണ്ടും അല്ലെങ്കിൽ മോണുമെൻറ്റ്സ് കൊണ്ടും മാത്രമാണ്. പഴയ കാലത്ത് നിന്നും ഒരുപാട് മൈനുകളിൽ നിന്നും ഖനനം ചെയ്തെടുത്തിട്ടുള്ള പഴയ കാര്യങ്ങളെല്ലാം കണ്ടുവെച്ചുകൊണ്ട് തന്നെയാണ് ഇതായിരുന്നു നമ്മുടെ കാലം, ഇങ്ങനെയായിരുന്നു ജീവിതം ഉണ്ടായിരുന്നത് എന്ന് പഴയ ഏറ്റവും പുരാതനമായിട്ടുള്ള ചരിത്ര ഉദ്ഘനനങ്ങളുടെ കാലത്ത് മുതൽ നമ്മൾ പറഞ്ഞ് കേൾക്കുന്നത്. ഒരർത്ഥത്തിൽ വിഷ്വലി അല്ലെങ്കിൽ ദൃശ്യത്തോടുകൊണ്ട് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു മീഡിയം, സിനിമ എന്നൊരു മീഡിയം ഉപയോഗിച്ചുകൊണ്ട് ചരിത്രം എങ്ങനെ ദൃശ്യവൽക്കരിക്കാമെന്ന് പറയുന്നത് ഇപ്പം ആലോചിക്കുമ്പോൾ അല്പം ഭയത്തോടു കൂടിയാണ് ഞാനിതിനെ കാണുന്നത്. ചരിത്രമുണ്ടാകുന്നുണ്ട്, ധാരാളം ചരിത്ര കഥകളുണ്ടായിട്ട്, ചരിത്ര സിനിമകൾ നമുക്കുണ്ടാകുന്നുണ്ട്. ചരിത്രം വളരെ സത്യസന്ധമായിട്ട് പറയുന്ന കഥകളുണ്ട്. ഞാൻ ഈ താജ്മഹൽ നിർമ്മിച്ചത് ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചു എന്ന് പറയുന്നതും, താജ്മഹൽ നിർമ്മിക്കാൻ അയാളുടെ കൂടുതൽ ഒരു പഴയ കഥ പറയില്ല, അയാളുടെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ടായതുകൊണ്ട് അയാൾ താജ്മഹൽ നിർമ്മിച്ചു. ആ താജ്മഹൽ നിർമ്മിക്കപ്പെട്ട സാധാരണ പാവപ്പെട്ട മനുഷ്യന്മാരുടെ ചോരയും നീരും ഉപയോഗിച്ചുകൊണ്ടൊരു വലിയ മന്ദിരമുണ്ടാക്കിയത് അതൊരു മോണുമെൻ്റ് ആണെന്ന് പറഞ്ഞു പോയ പഴയ കാലത്തിൻ്റെ കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ രണ്ട് തരത്തിലുള്ള അപ്പം ചരിത്രം ഒരർത്ഥത്തിൽ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നു. ഒന്ന്, നമ്മൾ നേരിട്ട് കാണുന്നതിനകത്ത് നിന്നുകൊണ്ട് പഴയ കാലത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ചരിത്രം പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്ന ചരിത്രമാണോ അല്ലെങ്കിൽ പറയേണ്ടതാണോ എന്ന ബോധമുണ്ടാക്കുന്ന ചില സിനിമകൾ ഉണ്ടാവാറുണ്ട്. കാരണം നമുക്കുണ്ടായിട്ടുള്ള സിനിമകളെല്ലാം തന്നെ ചരിത്രത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് സിനിമ ഉണ്ടായിട്ടുണ്ട്. നാടൻ പാട്ടുകളിൽ നിന്നും ഈ വീരകഥകളിൽ നിന്നുമൊക്കെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഐതിഹ്യമാലയിൽ നിന്ന് പോലും കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് കേട്ടെടുത്ത്, നേരത്തെ അവിടെ സജീവമായിട്ട് പറഞ്ഞൊരു കാര്യം തന്നെ. കാരണം നമ്മുടെ പഴയ കാലത്തെ പൂർവ്വം
കഥകളിൽ നിന്നൊക്കെ എങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാം, ആ സിനിമ ചരിത്രമാണോ എന്ന് പറയുന്നത്. യോബിൻ്റെ പുസ്തകത്തെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടത്, യോബിൻ്റെ പുസ്തകം അക്ഷരാർത്ഥത്തിൽ ഡോസ്റ്റോവസ്കിയുടെ കഥയിൽ നിന്നും വേറൊരു തരത്തിലുള്ള ഒരു ചലനം, അത് ആ ഒരു രീതിയിൽ എഴുതുന്ന അതിൻ്റെ തിരക്കഥാകൃത്തായ കോപൻ ചിദംബരം അതിൻ്റെ വേറൊരു കഥയുണ്ട്. ചരിത്രം പറയുമ്പോൾ ചാപ്പ പോലൊരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ചിദംബരത്തിൻ്റെ നാടകമായ ചാപ്പ എന്ന് പറയുന്ന ഒരു നാടകം എടുത്തുകൊണ്ട് ബക്കർ സാർ ചാപ്പ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ട്. കാരണം 50കളിൽ കൊച്ചിയിലെ 40കളുടെ അവസാനത്തിലെല്ലാം എൻ്റെ ഒരു മിഡിൽ തുടങ്ങിയിട്ട് 50കളിലൊക്കെ കൊച്ചിയിലെ പോർട്ടുകളിൽ തൊഴിൽ ലഭിക്കണമെങ്കിൽ ആകാശത്തേക്ക് എറിയുന്ന ചാപ്പ പെറുക്കിയെടുത്താൽ അത് കിട്ടുന്നവന് മാത്രം തൊഴിൽ കിട്ടുന്നൊരു അന്തരീക്ഷം ഉണ്ടായിരുന്ന ഒരു ചരിത്രം ഒരു കാലം കടന്നു പോയതിനെ ആസ്പദമാക്കി സിനിമ ചെയ്തു. അത് പിന്നീട് തുറമുഖം എന്ന പേരിൽ സിനിമയാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോരോ കാലങ്ങളിലും നമ്മൾ സിനിമ കണ്ടുപോകുന്നുണ്ട്. അപ്പം വളരെ രസകരമായിട്ട് വടക്കൻ വീരകഥ എന്ന് പറയുന്നൊരു സിനിമ, പഴയ ഈ വീരചരിതങ്ങൾ പറഞ്ഞിരുന്ന നാടൻ പാട്ടുകളിൽ വടക്കൻ പാട്ടുകളിൽ നിന്നും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കഥ എടുത്തുകൊണ്ട് അത് എങ്ങനെ റീറൈറ്റ് ചെയ്യപ്പെടാമെന്ന് പറയുന്നൊരു ചിന്തയുണ്ട്. ചരിത്രം പുനർനിർമ്മിക്കപ്പെടുന്നതും അല്ലെങ്കിൽ എഴുതി വെച്ച വാക്കുകൾക്കിടയിൽ ഒരു വാക്ക് കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്ന രീതിയിലേക്കുള്ള ചലച്ചിത്രങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. സിനിമകൾ ഉണ്ടാകുന്നത് ആ രീതിയിലാണ്. കാരണം നമ്മളുടെ ഭാവന മാത്രമല്ല, ഭാവനയ്ക്ക് അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ പ്രേക്ഷകനെ കൂടി കൊണ്ടുപോകുന്ന ഒരു വഴി പലപ്പോഴും ചലച്ചിത്രങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ കേട്ടുകേൾവിയുടെ ചരിത്രം നമ്മൾ പറയാറുണ്ട്. പറഞ്ഞു കേട്ട കഥകളിൽ നിന്നും ആരെങ്കിലും ഒരു പ്രദേശത്ത് നടന്ന കഥകൾ. ഞാനിത് പറയാൻ കണ്ടു തലപ്പാവ് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ കഥകളുമായിട്ട് വന്നിട്ടുണ്ട്. ആ കഥകൾ മുഴുവൻ ഞങ്ങളുടെ തൊട്ട നാട്ടിൽ അപ്പുറത്ത് നടന്നതാണ്, തൊട്ട അയൽവക്കത്ത് നടന്നതാണ്, അതിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് നടന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഥ പറയുന്ന ആൾക്കാർ നിന്നുണ്ട്. ഞാനപ്പോൾ പറഞ്ഞു, ഞാൻ ഈ നടന്ന കഥകൾ പറയുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം, അതല്ലാത്ത രീതിയിലും സിനിമ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കണം. പക്ഷേ സന്ദർഭവശാൽ രണ്ടാമത് ചെയ്ത ഒഴിമുറി എന്ന സിനിമയും ഈ രീതിയിൽ ഒരു നടന്ന കഥയുടെ ആവർത്തനം തന്നെയായിരുന്നു. മൂന്നാമത് ചെയ്ത സിനിമയിലും ഈ പറയുന്ന നമ്മൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ ഒരു കഥയിൽ നിന്നും ഒരു വഴി കാണുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ചെയ്യുമ്പോഴും അൾട്ടിമേറ്റായിട്ട് നമ്മൾ പറയുന്നത്, നമുക്ക് കണ്ടെത്താൻ അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയ ഒരു കഥ പ്രേക്ഷകനോട് പറയുമ്പോൾ അതിനകത്ത് എന്താണ് പുതിയതായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ചരിത്രം നിർമ്മാണം മാത്രം ചെയ്യുന്നൊരു കാര്യമല്ല. ചരിത്രമായിട്ട് നിലനിൽക്കുന്നതിനാണ്. അതിനൊരു സത്യസന്ധതയുണ്ട്. ആ സത്യം വിളിച്ചു പറയാൻ വഴികൾ ഉപയോഗിക്കുന്ന പറയുന്ന ഒരു കൃതി മാത്രമാണ്, ഒരു ആകൃതിയാണ് അക്ഷരാർത്ഥത്തിൽ സിനിമ എന്ന മീഡിയത്തിലൂടെ ഉപയോഗിക്കപ്പെടുന്നത്. ഇത് നമ്മൾ പലപ്പോഴും ജീവിച്ചു മരിച്ചുപോയ മനുഷ്യന്മാരുടെ കഥകൾ നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. ജീവിച്ചു മരിച്ചുപോയ ആളുകളുടെ കഥകൾ എടുത്തുകൊണ്ട് അവിടെ ജീവിതത്തെ എഴുതുന്നത്. ഞാൻ അതിന് ഏറ്റവും രസകരമായിട്ട് ഇപ്പോഴും പറയുന്നത് എന്നും നിന്റെ മൊയ്തീൻ എന്ന് പറയുന്നൊരു സിനിമയുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും പോപ്പുലറായപ്പെട്ട കാഞ്ചനമാലയുടെ ജീവിതവും മൊയ്തീൻ്റെ കഥയും എടുത്തുകൊണ്ട് സിനിമ ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അതിനകത്ത് ഇതാണോ, ഇങ്ങനെയാണോ സംഭവിച്ചത്, ഇങ്ങനെ ആയിരിക്കുമോ എന്ന് പറഞ്ഞ ഒരു പുതിയ കാലത്തിലേക്ക് പറയാനായിട്ട് 50കളിൽ 70കളിൽ നടന്ന ഒരു കഥ എടുത്തിട്ട് പുതിയ കാലത്തിലേക്ക് പറയാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നത്. ഇതേ രീതി തന്നെ ആലോചിക്കുമ്പോൾ കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന ഐതിഹ്യമാലയിൽ ഒരു കഥ എടുത്തുകൊണ്ട് ഈ റോബിൻഹുഡിന്റെ സ്വഭാവത്തിലേക്ക് മാറ്റി നിർമ്മിക്കപ്പെടുന്ന സിനിമയും ഉണ്ടാവുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ കായംകുളം കൊച്ചുണ്ണി പണ്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഒരു സിനിമ പറയാൻ പോകുന്ന ചരിത്രം ഉണ്ടാക്കി അത് സിനിമ തന്നെ ചരിത്രമായി മാറുന്നത് ഉണ്ടാവുന്നുണ്ട്. ഇപ്പം നമുക്ക് പറയാം, ഓപ്പൻഹൈമർ എന്ന് പറയുന്ന സിനിമയൊക്കെ ഈ രീതിയിൽ പറയുന്ന പഴയ കാലത്തെ പുനർനിർമ്മിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ട് ചെയ്തു പോകുന്ന സിനിമകൾ ഉണ്ടാവുന്നൊരു കാലത്ത് തന്നെയാണ്. ഇത് തന്നെയാണ് യുഗപുരുഷൻ എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിനെ ആസ്പദമാക്കി ചെയ്തത്. സിനിമകൾ ഉണ്ടാവുന്നത് അതാത് കാലങ്ങളിൽ എങ്ങനെയൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ആ സംഭവിച്ചതിനെ ഒരു പ്രേക്ഷക സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൃത്യമായിട്ട് ബോധിപ്പിക്കാൻ ചെയ്യുന്ന ഒരു മോണുമെൻ്റ് പോലെയായിട്ട് പലപ്പോഴും സിനിമകളെ കാണുന്ന ഒരു കാലമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ഇതിൻ്റെ ഒപ്പം തന്നെ വേറെ തരത്തിൽ കൂടി നമുക്കറിയാം, വളരെ കൃത്യമായിട്ട് സാധാരണ ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ചെയ്യുന്ന സിനിമകൾ ഉണ്ടാവുന്നത്, സിനിമയുടെ നടന്നതാണ് എന്ന് ബോധിപ്പിക്കുന്നത്. എന്നാൽ അതല്ല, അതിനപ്പുറത്ത് വേറൊരു ചരിത്രമുണ്ടെന്ന് പറയുന്ന ഒരു മലയാള സിനിമ അടുത്ത കാലത്ത് ഉണ്ടാകുകയും ചെയ്തു, രേഖാചിത്രം പോലൊരു സിനിമ. ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ധാരാളം സിനിമകൾ പലപ്പോഴും വിദേശങ്ങളിലൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം രീതിയിലുള്ള സിനിമകളും ചെയ്തു പോകുന്നുണ്ട് എന്നുള്ളതും സിനിമ എന്ന മീഡിയത്തെ പ്രേക്ഷകൻ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതുണ്ട്. സാധാരണ മട്ടിൽ നമ്മൾ പറഞ്ഞു പോകുന്നൊരു കഥയല്ലാതെ ആ കഥ ചരിത്രത്തിൻ്റെ ഭാഗമാണെന്ന് ബോധിപ്പിക്കാൻ. എന്നാൽ അതേസമയം തന്നെ കേരള
സ്റ്റോറീസ് പോലെയുള്ള ഏറ്റവും നടക്കാൻ സാധ്യതയില്ലാത്ത, സത്യസന്ധമല്ലാത്ത, ഏറ്റവും ഫേക്ക് ആയിട്ടുള്ള സ്റ്റോറികൾ പോലും പോകുന്നത് ചരിത്രമാണെന്ന് പറഞ്ഞു പോകുന്ന ആളുകളുടെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത്തരം സിനിമകളെയും ചരിത്രത്തിൻ്റെ ഭാഗമാണെന്ന് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലത്ത് നമ്മൾ എങ്ങനെയാണ് ഈ സിനിമ എന്ന മീഡിയം പൊതുസമൂഹത്തിലേക്ക് ഉപയോഗിക്കാൻ, പൊതുസമൂഹത്തിൻ്റെ കാഴ്ചയിലേക്കും അവരുടെ ചിന്തകളിലേക്കും അവരുടെ ഭാവനകളിലേക്കുമൊക്കെ. നേരത്തെ സെബാസ്റ്റ്യൻ പറഞ്ഞ ഒരു കാര്യം, ഞാൻ സിനിമ ചെയ്തു പോയിട്ടുള്ളത്, എൻ്റെ സിനിമാ ജീവിതം എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ കണ്ടതിനെ വീണ്ടും കാഴ്ചയുടെ ബോധത്തെ നമ്മളും സിനിമയോടൊപ്പം സഞ്ചരിക്കാനുള്ള ശ്രമമാണ്. ഞാനും സിനിമയുടെ കൂടെയാണ്, ഒരു കഥാപാത്രത്തിനോടൊപ്പമാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ സിനിമ എൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതെന്നുള്ളൂ. കാരണം നമ്മൾ പലപ്പോഴും ആലോചിക്കാവുന്നുണ്ട്, പലപ്പോഴും പല സിനിമകളും തിയേറ്ററിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തിയേറ്ററിൽ ഇരുന്ന് അവസാനത്തെ റോളിംഗ് ടൈറ്റിലും കഴിഞ്ഞതിന് ശേഷം ഒരു ബ്ലാങ്ക് ആയി കഴിയുമ്പോൾ തിയേറ്ററിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവിടെ കളഞ്ഞു പോകുന്ന സിനിമകളുണ്ട്. നമ്മൾ ആ സിനിമയെ അവിടെ കളയുകയാണ്, അത് നമ്മൾ കൊള്ളിക്കരുത്. ചില സിനിമകൾ പതുക്കെ സംസാരിച്ച് വാതിൽ വരെയും ചിലപ്പോൾ സ്റ്റെപ്പ് വരെയും കൊണ്ടെത്തിക്കാറുണ്ട്. ചില സിനിമകൾ മാത്രമാണ് നമ്മൾ തിയേറ്റർ വിട്ടതിന് ശേഷവും കാറിലോ ബസ്സിലോ തീവണ്ടിയിലോ ഏത് വാഹനത്തിലാവട്ടെ നമ്മൾ പോകുമ്പോഴും നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. അത്തരം സിനിമകൾ നിലനിൽക്കുമെന്നുള്ളത് തന്നെയാണ്. ഞാൻ കണ്ടിട്ടുള്ള സിനിമകളും ഞാൻ കണ്ട ജീവിതവും ഒക്കെ ആ രീതിയിലുള്ള. കാരണം എൻ്റെ അച്ഛൻ്റെ തിയേറ്റർ ഉണ്ടായതുകൊണ്ട് എൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്ക് സിനിമ എൻ്റെ കൂടെയുണ്ട്. ഞാനൊരു സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയസ്സ് 2 വയസ്സ് മുതൽ തന്നെ അമ്മ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകുമ്പോൾ മുതൽ അത് കഴിഞ്ഞ് ഒരു പ്രീ ഡിഗ്രി കാലം വരെ തിയേറ്ററിലെ ഓപ്പറേറ്റർ റൂമിൽ ഇരുന്നു കൊണ്ട് സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പം എൻ്റെ കാഴ്ചയിൽ ഒരു ചുമരുണ്ട്, ആ ചുമരിലൊരു ചതുരമുണ്ട്. ആ ചതുരത്തിന് പുറത്തിരുന്ന് കാണുമ്പോൾ ആ ചതുരവും ചുമരും കടന്ന് ഇടതുവശത്ത് പ്രൊജക്ടറിൽ നിന്ന് പോകുന്ന നീല ചുരുൾ പുകയുമുണ്ട് എന്നുള്ളതാണ്. അത്രയും വിഷ്വലോട് കൂടിയാണ് ഞാൻ സിനിമ കണ്ടുപോയിട്ടുള്ളത്. അപ്പോഴൊക്കെ ഒരു സിനിമ അന്നത്തെ കാലത്ത് 3, 4, 5, 6 പ്രാവശ്യം കാണാനുള്ള ഭാഗ്യമുണ്ടായത് കൊണ്ട് തന്നെ സിനിമ എന്ന മീഡിയം എന്നെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഒരാളോട് ഒരു കഥ പറയുമ്പോൾ എങ്ങനെയാണത് പറയേണ്ടത്, എങ്ങനെയാണത് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് അവൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാകത്തിലേക്ക് അത് നിലനിർത്തുക എന്നതാണ്. ചരിത്രം അക്ഷരാർത്ഥത്തിൽ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു ഏറ്റവും വലിയ കൃതി എന്ന് തന്നെയാണ് ഞാനിത് പറയുന്നത്. കാരണം നമ്മുടെയൊക്കെ പാസ്റ്റ് എന്താണെന്ന് അറിയാതെ ഭൂതകാലത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ടാകുമ്പോൾ മാത്രമാണ്. ഞാൻ നേരത്തെ യോബിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കൂട്ടത്തില്ലേ, നമുക്ക് ഭൂതകാലമാണ്. ബ്രദേഴ്സ് ഓഫ് കാരമസോവിൻ്റെ ഒരു ചരിത്രമുണ്ട്, ഒരു ജീവിതമുണ്ട്, ഒരു ലോകമുണ്ട്. അത് ആ ഭൂതകാലം നമ്മളുടെ കയ്യിലുണ്ടാകുമ്പോൾ മാത്രമാണ് ഏതൊരു കൃതിയും ഏറ്റവും മനോഹരമായിട്ട് പ്രേക്ഷകൻ്റെ ഉള്ളിൽ നിലനിൽക്കുള്ളൂ. അത് ഈവൻ ഫേക്ക് സ്റ്റോറീസ് ആയാൽ പോലും, കാരണം നിരന്തരമായിട്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നുണകൾ കുറേ കാലം കഴിയുമ്പോൾ അത് സത്യമായി മാറും എന്ന് പറയുന്ന അതേ പ്രവൃത്തി ചില വിഷ്വലുകളിലുണ്ട്. പക്ഷെ വിഷ്വൽ കൊണ്ട് കണ്ടുകഴിഞ്ഞാൽ വിഷ്വൽ ഒരിക്കലും നുണ പറയില്ല എന്നുള്ളത്. വിഷ്വൽ സത്യം മാത്രം പറയുന്നൊരു കാര്യമാണ്. നമുക്ക് എഴുതി വെക്കാം, പറയാം, പക്ഷേ ദൃശ്യം ഒരിക്കലും കള്ളം പറയില്ല. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് 100% സത്യസന്ധമായ കാര്യമാണ്. അപ്പോൾ ഒരു ദൃശ്യത്തിലൂടെ നിങ്ങൾക്ക് മോശമായ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു നുണ പറഞ്ഞ് പരത്തുവാൻ കഴിയില്ല എന്നുള്ളൊരു ബോധം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ചരിത്രത്തിന് നിലനിൽപ്പുണ്ടാകുന്നത്. അതുകൊണ്ട് മാത്രമാണ് ചരിത്രം അക്ഷരാർത്ഥത്തിൽ ഒരു ഫോട്ടോഗ്രാഫിക് സ്വഭാവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു മോണുമെൻ്റായി മാറുന്നത്. അതിൻ്റെ പിന്നിലുള്ള കഥകൾ നമുക്ക് പറയാൻ പറ്റുമായിരിക്കും, പക്ഷേ അത് എഴുതുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞു നടക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ സിനിമ എന്ന മീഡിയം കൊണ്ട് ഒരു കാരണവശാലും കള്ളം പ്രചരിപ്പിക്കാൻ പറ്റുകയില്ല എന്നുള്ള ഒരു ബോധമുണ്ടാക്കുന്ന ഒരു ചർച്ചയിലേക്കൊക്കെ ഇത്തരം അത് പുതിയ കാലത്ത് ഞാൻ ഏറ്റവും ഗംഭീരമായിട്ട് കാണുന്ന പുതിയ കാലത്തെ കുട്ടികളിലാണ്. പുതിയ കാലത്ത് കാണുന്ന പ്രവീണിൻ്റെ ഒക്കെ ഏറ്റവും വലിയ മെടുക്കും മഹത്വവും അത് തന്നെയാണ്. കാരണം ഏറ്റവും മനോഹരമായിട്ട് പുതിയ ആധുനിക കാലത്ത് സിനിമ എന്ന മീഡിയത്തെ എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് കാണുകയും അതിൻ്റെ മൈന്യൂട്ട് ഏരിയകളിലേക്ക് പോലും സഞ്ചരിച്ചുകൊണ്ട് അതിനകത്ത് നിന്ന് ഒരു സത്യം കണ്ടെത്തുകയും ആ സത്യം പുറത്തു പറയേണ്ടതാണ്, ഇതാണ് സത്യം എന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു മനസ്സുണ്ടാകുന്ന ഒരു ചലച്ചിത്രകാരൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ്, അങ്ങനെ ഒരു കർത്താവിന് മാത്രമാണ് പലപ്പോഴും പല കാര്യങ്ങളും സത്യസന്ധമായിട്ട് പറയാൻ കഴിയുക. ചരിത്രം നിർമ്മിച്ചിട്ടുള്ള സിനിമകൾ, ചരിത്രം പറഞ്ഞു കൊണ്ടുപോകുന്ന സിനിമകൾ, ചരിത്രത്തെ ആസ്പദമാക്കിയെടുത്തുള്ള സിനിമകൾ ഒക്കെ തന്നെ തീർച്ചയായിട്ടും
പ്രേക്ഷകൻ്റെ മനസ്സിൽ സത്യം വെളിപ്പെടുത്താനുള്ള ഒരു ഉപാധിയാണെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഇതൊരു ഒരു 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 ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വെക്കുന്നു. കാരണം നുണ പറഞ്ഞുകൊണ്ട് നമുക്കൊരിക്കലും ഒന്നും തെളിയിക്കാൻ പറ്റുകയില്ല. എത്ര നുണ പറഞ്ഞാലും അത് സത്യമാണെന്ന് പറഞ്ഞ പഴയ ഗീബൽസിയൻ തന്ത്രം ആവർത്തിച്ചാലും ഒരു നാൾ സത്യം സൂര്യനെ പോലെ പ്രകാശമുള്ളതായി തെളിഞ്ഞു കത്തുമെന്നുള്ള ബോധമുള്ള ഒരു ജനതയുണ്ടാകുമ്പോൾ മാത്രമാണ് ചരിത്രം സത്യസന്ധമായി നിലനിൽക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഞാൻ മധുബോൽ സാർ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എൻകൗണ്ടർ വിത്ത് ഹിസ്റ്ററി ഇൻ സിനിമ എന്ന് പറയുന്നത് എൻ്റെ സ്കൂൾ ഡേയ്സിൽ കണ്ട ഒരു സിനിമയാണത്. പ്രിയദർശൻ്റെ കാലാപ്പാനി എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ കണ്ടംപററി ഇന്ത്യയിൽ വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു ചരിത്ര വ്യക്തിത്വത്തിൻ്റെ പുള്ളിയാണ് അതിനകത്തുള്ള വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായ ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നമ്മുടെ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ വളരെയധികം ഒരു കീ റോൾ പ്ലേ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഇമ്പ്രഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കുറച്ച് റീഡിങ്സും കുറച്ചുകൂടി കുറച്ചുകൂടി വൈഡർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സിനിമയെക്കുറിച്ച് ഒന്ന് പുറകിലേക്ക് ആലോചിച്ചു. അപ്പോൾ എനിക്ക് അപ്പോൾ ഉണ്ടായ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ നിന്ന് കിട്ടിയെന്ന് വളരെ സ്റ്റാർക്ക്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഈ ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിൾ ലീഡ് ചെയ്തു എന്ന് ഈ സിനിമ എന്നോട് പറഞ്ഞ വ്യക്തി ബ്രിട്ടീഷുകാർക്ക് അപ്പോളജി ലെറ്റർ എഴുതിയതും പിന്നെ ബ്രിട്ടീഷുകാരുടെ പെൻഷൻ പറ്റിയ ആളും അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഈ സിനിമ ഇങ്ങനെ കാണിച്ചത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പക്ഷേ ഈ സിനിമയിൽ നിന്ന് കിട്ടിയ ഈ ഒരു റോങ് അണ്ടർസ്റ്റാൻഡിങ്, അത് ഈ ഒരു ചൈൽഡ്ഹുഡിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആക്ച്വലി എനിക്ക് സിനിമയിൽ കൂടെയുള്ള ഒരു ഹിസ്റ്ററിയുടെ പോർട്രയൽ എങ്ങനെയായിരിക്കും എന്നുള്ള അത് വളരെ കോൺഷ്യസ് ആയിട്ട് പിന്നെ ഓരോ തവണയും ഓരോ സിനിമ കാണുമ്പോഴും ഇപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എല്ലാ ആഴ്ചയും സിനിമ കാണുന്ന ഒരു കാരണം ഹിന്ദുവിൻ്റെ ഫിലിം റിവ്യൂവറാണ് കഴിഞ്ഞ 12-13 years ആയിട്ട്. അപ്പോൾ ഈ ഓരോ സിനിമ കാണുമ്പോഴും അതിപ്പോൾ ഓപ്പണായിട്ട് ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ സിനിമ എന്നുള്ള അല്ലാത്തൊരു നോർമൽ സിനിമ ആകുമ്പോഴും അതിനകത്ത് ഹൗ ഹിസ്റ്ററി ഓർ കണ്ടംപററി ഇവൻറ്റ്സ് ആർ റെപ്രസെൻറ്റഡ് എന്നുള്ളത് വളരെ കോൺഷ്യസ് ആയിട്ട് ആലോചിക്കാൻ ഇങ്ങനെ ഈ ഒരു എക്സ്പീരിയൻസ് കാരണമായി. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ സിനിമയിൽ ഹിസ്റ്ററിയുടെ പോർട്രയൽ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം നമ്മൾ ലാസ്റ്റ് സെഞ്ചുറിയെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ, ഒരു കോമൺ പീപ്പിൾ ഹിസ്റ്ററിയുടെ അണ്ടർസ്റ്റാൻഡിങ് കൂടുതലും ഉണ്ടാകുന്ന വിഷ്വൽ മീഡിയത്തിൽ കൂടെയാണ്. അത് ഏതൊരു സിനിമ, റീൽസ്, ഈവൻ പോഡ്കാസ്റ്റ് വീഡിയോസ്, അങ്ങനെ ഒരുപാട് വിഷ്വൽ മീഡിയത്തിലൂടെയാണ് കൂടുതൽ ആൾക്കാർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ വി ക്യാൻ ഓൾസോ തിങ്ക് അബൌട്ട് ഹൗ വി ക്യാൻ യൂസ് ദിസ് പോസിറ്റീവ്ലി. ഇപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് നാസി ജർമ്മനിയിൽ എന്താണ് നടന്നതെന്നുള്ള അതിൻ്റെ ഒരു ക്രൂരതയുടെ ഒരു വ്യാപ്തി, അത് നമുക്കിപ്പോൾ അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൂടുതലും നമ്മൾ കഴിഞ്ഞ ഒരു 10-30 നമ്മളെന്ന് പറയുമ്പോൾ ഹിസ്റ്റോറിയൻസിൻ്റെ കാര്യമല്ല പറയുന്നത്, ജനറൽ പോപ്പുലേഷൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞൊരു 30 വർഷത്തിൽ ഇറങ്ങിയ സിനിമകളിലൂടെ, 30-40 കൊല്ലത്തിൽ ഇറങ്ങിയ സിനിമകളിലൂടെ, ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് ആയാലും ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആയാലും, ഇപ്പോൾ 2 കൊല്ലം മുമ്പ് ഇപ്പോൾ IFKയിലൊക്കെ വന്ന പടമാണ് സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളൊരു നാസി ഒരു കമാൻഡർ, തൊട്ടിപ്പുറത്തൂടെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ്, അതിൻ്റെ ഇപ്പുറത്തൊരു ഇയാളുടെ ഫാമിലി വളരെ സിമ്പിൾ, വളരെ ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ജീവിക്കുന്നു, തൊട്ടിപ്പുറത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പ്. അത് നമ്മളെ ഭയങ്കരമായിട്ട് പിടിച്ചൊലയ്ക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇത്തരം സിനിമകൾ കൊണ്ട് ആൾക്കാർക്ക് ഒരു ഹിസ്റ്റോറിക്കൽ ഓരോ ഇവൻറ്റ്സിനെ കുറിച്ചും കുറച്ചുകൂടി ഒരു വൈഡർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ വിമോചന സമരം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇത് കേൾക്കുമ്പോൾ വളരെ പോസിറ്റീവ് സൗണ്ടിങ് ഒരു ഇവൻ്റാണ്, ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇവൻ്റാണ്. പക്ഷേ ഇപ്പോൾ TV ചന്ദ്രൻ്റെ ഒരു സിനിമയുണ്ട്, 1995 തോന്നുന്നു ഇറങ്ങിയ, ഓർമ്മകളുണ്ടായിരിക്കണം, മമ്മൂട്ടിയൊക്കെ ആക്ട് ചെയ്തൊരു ഫിലിമാണ്. അപ്പോൾ അതിൽ അതൊരു ബാലൻ്റെ, അത് TV ചന്ദ്രൻ്റെ തന്നെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ഇതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ പെർസ്പെക്റ്റീവിലാണ് ഈ സിനിമ കാണുന്നത്. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ വിമോചന സമരം എന്നുള്ളത് വളരെ പ്രോഗ്രസീവായിട്ടുള്ള ലാൻഡ് റിഫോംസും എഡ്യൂക്കേഷൻ റിഫോംസൊക്കെ ഇനിഷ്യേറ്റ് ചെയ്ത് ആ ഒരു ഗവൺമെൻറ്റിന് എതിരായിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് കേരള ഗവൺമെൻറ് 1957 വന്ന ഗവൺമെൻറ്റിനെതിരെ 1959 നടക്കുന്ന ഒരു സമരമാണിത്. അപ്പോൾ ഈ ഒരു സിനിമ ഉണ്ട്. പിന്നെ ഒരു 1956 ഇറങ്ങിയ വേറൊരു സിനിമയുണ്ട്, രാരിച്ചൻ എന്ന പൗരൻ. അത് എഴുതിയത് ഉറൂബാണ്, ഡയറക്റ്റ് ചെയ്തത് P. ഭാസ്കരനാണ്.
അപ്പോൾ ഈ സിനിമയിലാണെങ്കിൽ അത് കേരളയുടെ ഫോർമേഷന് തൊട്ട് മുമ്പ് 1956 ഫെബ്രുവരി ഓർ ജാനുവരിയിലാണത് ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ കാലത്ത് നിലനിന്നിരുന്ന ഫ്യൂഡൽ ഒപ്രഷൻ്റെ ഭീകരത എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ രണ്ട് സിനിമയും വെച്ചിട്ട് ആ ഒരു കാലത്ത് നമുക്ക് കുറച്ചുകൂടെ ഒരു വൈഡർ പെർസ്പെക്റ്റീവിൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ സമരം ഉണ്ടായത്, അതിന് മുമ്പ് ചുറ്റുമുള്ള ബാക്ക്ഗ്രൗണ്ട് എന്നാണ്. പിന്നെ ഇപ്പം മധുബാൽ സാറിന് തന്നെ കുറച്ചുകൂടെ കണ്ടംപററി ഇതാണെങ്കിൽ ഇപ്പോൾ ഒരു കുപ്രസിദ്ധ പയ്യൻ എന്ന് പറഞ്ഞ സിനിമയാണെങ്കിൽ അത് നമുക്ക് ഈ കാലത്ത് ജസ്റ്റിസ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ നമുക്ക് അതൊരു കുറച്ചുകൂടെ കണ്ടംപററി ആയിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഹിസ്റ്ററി എന്നുള്ള സംഭവം മൊത്തം മാറ്റി വെച്ചാൽ എനി മെയിൻ സ്ട്രീം ഫിലിം ഇപ്പോൾ ഒരു ഹിസ്റ്ററി എന്നുള്ള ഉദ്ദേശത്തിൽ എടുത്ത പടമായിരിക്കണമെന്നില്ല. എനി മെയിൻ സ്ട്രീം ഫിലിം ഫ്രം എനി പീരീഡ് ഇപ്പോൾ 50s 60s നമുക്ക് മാറ്റി വയ്ക്കാം. അത് മേ ബി സ്റ്റുഡിയോസിൽ ആയതുകൊണ്ട് ഞാൻ പറയുന്ന എക്സാമ്പിൾ മേ ബി ഫ്രം 70s അത് ആപ്ലിക്കബിൾ ആണ്. കാരണം ഈ ഏത് സിനിമയും കാണുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വാട്ട് എവർ ഇസ് ഹാപ്പനിങ്, ഇപ്പോൾ ഒരു സ്ഥലം ഇപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥലം അന്ന് എങ്ങനെ ഇരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്റ് ആയിട്ട് ഒരു ഏത് മെയിൻ സ്ട്രീം പടം വേണമെങ്കിലും നമുക്ക് ആലോചിക്കാം. അല്ലെങ്കിൽ മെയിൻ സ്ട്രീം എന്നല്ല, ഇപ്പോൾ അടൂർ സാറിൻ്റെ ഒരു സ്വയംവരം എന്നുള്ള സിനിമയിൽ മധു നടന്നു പോകുന്ന ഒരു സീനുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ന്യൂ തിയേറ്റർ, നമ്മുടെ ഇവിടുത്തെ ട്രിവാൻഡ്രത്ത്. അതിൽ ന്യൂ തിയേറ്റർ ശരിക്കും അന്നും ഇതുപോലെയാണ് നിന്നുള്ള അതെന്ന് മനസ്സിലായി. അതിൻ്റെ ചുറ്റിനുള്ള ഇതൊക്കെ മാറിയിട്ടുണ്ട്, പക്ഷേ ന്യൂ തിയേറ്റർ അന്നും ഇതുപോലെയാണ്. അപ്പോൾ അങ്ങനെ ഈവൻ പ്ലേസസ് ഓർ ഈവൻ വേഷവിധാനങ്ങൾ എന്തുമാത്രം മാറിയിട്ടുണ്ട്, അന്നത്തെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ബയസുകൾ എന്തായിരുന്നു, അതൊക്കെ ഇതൊന്നും ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ എടുത്ത സിനിമകളായിരിക്കണമെന്നില്ല പലതും. അപ്പോൾ എനിത്തിങ് ക്യാൻ ബി ഹിസ്റ്ററി. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കണ്ണൂർ ഡീലക്സ് എന്ന് പറഞ്ഞൊരു ഫിലിമുണ്ട്. അത് 1960s ലേറ്റ് 1960s ഒരു സിനിമയാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് 2020 ഇതൊരു മലയാളത്തിൽ വൺ ഓഫ് ദി ഫസ്റ്റ് റോഡ് മൂവീസാണ്. അത് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അതിനകത്ത് നടക്കുന്ന ഒരു ക്രൈമും അതിനെക്കുറിച്ചുള്ള അന്വേഷണമൊക്കെയാണ്. അപ്പോൾ 2021 കേരള KSRTCയും കർണാടക KSRTCയും തമ്മിലൊരു ഡിസ്പ്യൂട്ട് ഉണ്ടായി അബൌട്ട് ദ യൂസ് ഓഫ് ദിസ് ബ്രാൻഡിങ് KSRTC എന്നുള്ളത്. അപ്പോൾ അന്ന് കേരള KSRTC അവരുടെ സ്റ്റാൻഡ് ജസ്റ്റിഫൈ, അതാണ് ഞങ്ങളാണ് ഇത് ആദ്യമേ യൂസ് ചെയ്യുന്നത് ജസ്റ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്തത് ഈ കണ്ണൂർ ഡീലക്സ് എന്നുള്ള സിനിമയിലുള്ള വിഷ്വലായിരുന്നു. അപ്പോൾ ലൈക്ക് മൈ പോയിന്റ് ഈസ് എനി സിനിമ ക്യാൻ ബി എനി പീസ് ഓഫ് സിനിമ ക്യാൻ ബി എ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് വെദർ ദ ഫിലിം മേക്കർ intended it or didn't intend it. അത്രേ ഉള്ളൂ.